ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഇന്ന് നിരാല ജിയുടെ ജാഗോ ഫിർ ഏക് ബാർ എന്ന് പറഞ്ഞ കവിതയാണ് നോക്കാൻ പോകുന്നത്. तो आज हम निराला जी की जागो फिर एक बार कविता देखेंगे. ठीक है, तो ये है निराला जी. और निराला जी आधुनिक काल के छायावादी युग के प्रमुख एक रचनाकार हैं. तो मैंने हिंदी साहित्य के इतिहास में तो आपको बताया ही होगा छायावाद युग की काव्यगत विशेषताएं और वहाँ के प्रमुख കവിയോ के बारे में तो बताया ही है. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഛായാവാദി കാലഘട്ടത്തിലെ കവിതയുടെ വിശേഷതകളും പിന്നെ ആ കാലഘട്ടത്തിലെ പ്രശസ്തരായ കവികളെ പറ്റിയിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ആ ഓർമ്മയുണ്ടോ? ഛായാവാദിക്ക് 4 സ്തംഭ് ഹെ. ഛായാവാദത്തിൽ 4 സ്തംഭങ്ങളുണ്ട്. അവർ ഏതൊക്കെയാണ്? മഹാദേവി വർമ്മ, പ്രസാദ്, പിന്നെ നിരാല, മഹാദേവി വർമ്മ, പ്രസാദ്, നിരാല, പന്ത്. ഓക്കെ, ഇവർ 4 ആളാണ് ഛായാവാദി യുഗത്തിലെ ഫേമസ് ആയിട്ടുള്ള പോയറ്റ്. ഓക്കെ, നമുക്ക് നിരാലേനെ പറ്റിയിട്ട് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ये निराला बचपन में ही बहुत सारी यातनाएं सहनी पड़ी. മഹാപ്രാൺ നിരാല. നിരാലയുടെ വേറൊരു പേരാണ് മഹാപ്രാൺ നിരാല. നിരാലയുടെ വേറൊരു പേരാണ് മഹാപ്രാൺ നിരാല. അതേപോലെ വേറൊരു പേരും കൂടി ഉണ്ട്, ത്യാഗമൂർത്തി നിരാല. ഭയങ്കര എല്ലാം ത്യജിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടായിരുന്നു നിരാലക്ക്. നിരാലക്കോ ത്യാഗമൂർത്തി നിരാല കെ നാം സേ ബി ജാനാ ജാതാ ഹെ. അതേപോലെ ചില ആൾക്കാർ പറയുന്നുണ്ട്, കബീറിനെ നമുക്കറിയാമല്ലോ, കുറച്ച് 2-3 ക്ലാസ് മുമ്പേ പഠിച്ചതാണ്. കബീർ ഛായാവാദി യുഗ കാ കബീർ ഹെ നിരാല. ഛായാവാദി യുഗത്തിലെ കബീറാണ് ആര്? നിരാല. ഛായാവാദി യുഗ കെ കബീർ കോൻ ഹെ? നിരാല. എന്തുകൊണ്ടാണ്? കബീറിൻ്റെ അതേ വ്യക്തിത്വമാണ് നിരാലക്കും. നിരാലയും യഥാർത്ഥ സമൂഹത്തിൽ ഉണ്ടാകുന്ന യഥാർത്ഥ ചിത്രം ആണ് ഇവിടെ കവിതയിൽ വർണ്ണിക്കുന്നത്. എന്താ ഈ ജാഗോ ഫിർ ഏക് ബാറിലും നമ്മളെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കവിതയാണ് ജാഗോ. ജാഗോ എന്ന് വെച്ചാൽ ഉണരൂ. ഫിർ ഏക് ബാർ, ഒന്നും കൂടി നിങ്ങളൊന്ന് ഉണരൂ എന്ന് പറയാണ് കവിതയിലൂടെ. ഓക്കെ, അപ്പം ഒരു പേരെന്താ? മഹാപ്രാൺ നിരാല. മറ്റൊരു പേര് ത്യാഗമൂർത്തി നിരാല. അതേപോലെ ചെറുപ്പത്തിൽ അമ്മ വിളിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് നെയിം സൂര്യകുമാർ എന്നാണ് ആദ്യത്തെ പേര്. സൂര്യകുമാർ അമ്മ വിളിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒറിജിനൽ നെയിം സൂര്യകുമാർ. എന്താ പിന്നീട് ഈ രചനകളൊക്കെ എഴുതുന്ന സമയത്താണ് നിരാല എന്നും മഹാപ്രാൺ നിരാല എന്നും ഒക്കെ കൂട്ടി ചേർത്തത്. അപ്പോൾ ആദ്യത്തെ പേര് സൂര്യകുമാർ. ഓക്കെ, നമ്മളുടെ കവികൾ പറയുന്നത് എന്താണ്? ഛായാവാദി യുഗത്തിലെ കബീറാണ് നിരാല. മഹാപ്രാൺ നിരാല, ത്യാഗമൂർത്തി നിരാല, ഛായാവാദിക കബീർ. ജാഗോ ഫിർ ഏക് ബാർ എന്ന് പറഞ്ഞ കവിതയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇന്ന് ജസ്റ്റ് നമുക്ക് നിരാലയുടെ ജീവിത ചരിത്രം നോക്കാം. അപ്പം ജാഗോ ഫിർ ഏക് ബാർ പരിമൽ എന്ന് പറഞ്ഞ കവിതാ സംഗ്രഹത്തിൽ നിന്ന് എടുത്തതാണ്. എപ്പോഴാണ് പരിമൽ പ്രകാശനം ചെയ്തത്? 1930. പരിമൽ എന്ന് പറഞ്ഞ കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് ജാഗോ ഫിർ ഏക് ബാർ. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള കവിത जागो फिर एक बार. तो सूर्यकांत त्रिपाठी निराला का बारे में देखेंगे. निराला हिंदी कविता के छायावादी युग के 4 स्तंभों में एक माने जाते हैं. നമ്മളിപ്പം പറഞ്ഞ वे जयशंकर प्रसाद, सुमित्रानंद पंत, महादेवी वर्मा के साथ हिंदी साहित्य में छायावाद के प्रमुख स्तंभ माने जाते हैं. उन्होंने कहानियाँ, उपन्यास, निबंध भी लिखे हैं, किंतु उनकी ख्याति विशेष रूप से कविता के कारण ही है. നിരാല എന്തൊക്കെ എഴുതിയിട്ടുണ്ട്? കഥകൾ എഴുതിയിട്ടുണ്ട്, നോവൽ എഴുതിയിട്ടുണ്ട്, നിബന്ധങ്ങളും എഴുതിയിട്ടുണ്ട്. പക്ഷെ നിരാല അറിയപ്പെടുന്നത് ഒരു പ്രശസ്തനായ കവി എന്ന രൂപത്തിലാണ് നിരാല അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ശിക്ഷ, എഡ്യൂക്കേഷനെ പറ്റി പറയാണ്. निराला की शिक्षा यही बंगाली माध्यम से शुरू हुई.
ബംഗാളിലാണ് ജനിച്ചത്. അതുകൊണ്ട് എന്താ അവിടെയുള്ള ഒരു സാധാരണ സ്കൂളിൽ, ബംഗാളിലെ ഒരു സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. ഹൈസ്കൂൾ പാസ് करने के पश्चात उन्होंने घर पर ही संस्कृत और अंग्रेजी साहित्य का अध्ययन किया. ഹൈസ്കൂൾ പാസ്സായതിനു ശേഷം വീട്ടിൽ നിന്നാണ് എന്താ സംസ്കൃതവും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചത്. ഹൈസ്കൂൾ करने के पश्चात वे लखनऊ और उसके बाद घड़कोला उन्नावा आ गए. प्रारंभ से ही रामचरितमानस उन्हें बहुत प्रिय था. രാംചരിതമാനസ് നമ്മളുടെ തുളസീദാസുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് രാംചരിത് മാനസ്. ആ രാംചരിത് മാനസായിരുന്നു എല്ലാത്തിൻ്റെയും എന്താ എഴുതാനുള്ള ഒരു പ്രചോദനം കൊടുത്തത്. രാംചരിത് മാനസ് ഉനെ ബഹത് പ്രിയത. വേ ഹിന്ദി, ബംഗ്ല, അംഗ്രേജി और संस्कृत ഭാഷാ में निपुण थे. ഈ ഭാഷകളിലെല്ലാം അത് നിരാല നിപുണനാണ്. ശ്രീ രാമകൃഷ്ണ പരമഹംസ് എന്താ ഫ്രണ്ട്സ് ആയിരുന്നു ഇവരൊക്കെ. അവരൊക്കെ ഫ്രണ്ട്സ് മാത്രമല്ല റോൾ മോഡലാക്കി എടുത്ത ആൾക്കാരാണ് ഇവരൊക്കെ. ശ്രീ രാമകൃഷ്ണ പരമഹംസ്, स्वामी विवेकानंद और श्री രവീന്ദ്രനാഥ് ടാഗോർ से विशेष रूप से प्रभावित थे. ഇവരെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. മെട്രിക്കുലേഷൻ कक्षा में पहुँचते पहुँचते उनकी दार्शनिक रुचि का परिचय मिलने लगा. ഏകദേശം 10th ആകുമ്പോഴൊക്കെ തന്നെ എന്താ ഫിലോസഫിയിൽ ഉള്ള ഒരു ഇൻട്രസ്റ്റ് എന്താ കൂടി തുടങ്ങി. निराला स्वच्छंद प्रकृति के थे और स्कूल में पढ़ने से अधिक उनकी रुचि घूमने, खेलने, तैरने और कुश्ती लड़ने इत्यादि में थी. സ്കൂളിൽ പോയി പഠിക്കുന്നതിനെക്കാട്ടും ഇഷ്ടം കറങ്ങുക, കളിക്കുക, നീന്തുക, അതേപോലെ കുസ്തി ദ്വന്ദ്വയുദ്ധം അതൊക്കെ കളിക്കാനാണ് ഇഷ്ടം. സംഗീത് മേ ഉൻകി വിശേഷ രുചി थी. പാട്ട് പാടാൻ ഇഷ്ടമായിരുന്നു. അധ്യയൻ മേ ഉൻക വിശേഷ മൻ നഹി ലഗ്താ था. ഈ എന്താ പറയുക ക്ലാസ് കാര്യങ്ങളിൽ എന്താ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇസ് കാരണം ഉനക്കെ പിതാ കബി കബി ഉസേ കഠോർ വ്യവഹാർ കർത്തേ थे. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്താ എപ്പോഴും ദേഷ്യപ്പെടുമായിരുന്നു. എന്താ വെച്ചാൽ പഠിക്കാൻ വലിയ താല്പര്യമില്ല, പക്ഷെ വേറെ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലേ അതിനാണ് താല്പര്യം. ജബ്കി ഉനക്കെ ഹൃദയ മേ അപ്നെ ഏകമാത്ര പുത്ര കെ ലിയെ വിശേഷ സ്നേഹ था. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ശാസിക്കുന്നത്. അത് എഡ്യൂക്കേഷൻ്റെ കാര്യമാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, ജസ്റ്റ് പറഞ്ഞിരുന്നതാണ്. ओके. विवाह 15 वर्ष की अल्पायु में ही निराला का विवाह മനോഹര ദേവി സേ ഹോ ഗയ. വിവാഹം മനോഹര ദേവിയുമായിട്ട് എന്താ കല്യാണം 15 വയസ്സിൽ തന്നെ. ആ സമയത്ത് ബാലവിവാഹമാണ്. 15 വയസ്സിൽ തന്നെ മനോഹര ദേവിയായിട്ട് കല്യാണം കഴിച്ചു. പിന്നെ ബഹത് സുന്ദർ और शिक्षित थी. എന്താ മനോഹര ദേവി ഭയങ്കര സുന്ദരിയും എഡ്യൂക്കേറ്റഡും ആയിരുന്നു. उसको संगीत का अभ्यास भी था. നല്ലോണം പാട്ട് പാടുമായിരുന്നു. पत्नी के जोर देने पर ही उन्होंने हिंदी सीखी. ഭാര്യ പറഞ്ഞിട്ടാണ് എന്താ നിരാല ഹിന്ദി പഠിച്ചത്. ആദ്യം കവിതകൾ എഴുതിക്കൊണ്ടിരുന്ന ഭാഷ ബംഗാളിയായിരുന്നു. അപ്പോൾ ആ ഭാഷയിൽ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഭാര്യ പറഞ്ഞത് ഹിന്ദിയിൽ എഴുതൂ, ഹിന്ദിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ നല്ലോണം തിളങ്ങും. ഹിന്ദി മേ കവിത ലിഖന ശുരു കർ ദിയ. ബച്പൻ കെ नौराश्य और एकांगी जीवन के पश्चात उन्होंने कुछ वर्ष अपनी पत्नी के साथ सुख से बिताया. എന്താ ചെറുപ്പത്തിലെ എന്താ ഫുൾ ട്രാജഡിയാണ് നിരാലയുടെ ജീവിതത്തിൽ. ജനിച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ മരിച്ചു. അമ്മ മരിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഭാര്യ കല്യാണം കഴിച്ച ഭാര്യയും മരിച്ചു. പിന്നീട് എന്താ നോക്കാം കിന്തു യ സുഖ് ജാദാ ദിനോ തക്ക് നിഹി ടിക്ക. ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുമായിരുന്നു ആര് മനോഹര ദേവിയും നിരാലയും. പക്ഷേ ആ സുഖം നീണ്ടു നിന്നില്ല എന്നാണ് പറയുന്നത്. ഉസ്കി പത്നി കി മൃത്യു ഉൻകി 20 വർഷ കി അവസ്ഥ മേ ഹി ഹോ ഗയി. 5 കൊല്ലം ഇവർ ഒരുമിച്ച് നിന്നിട്ടുള്ളൂ. 20ാമത്തെ വയസ്സിൽ ഭാര്യ മരിക്കുകയും ചെയ്തു. യാദ് മേ ഉൻകി പുത്രി ജോ കി വിധവാ തി की भी मृत्यु हो गई बाद में. എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പം ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിയുടെയും മരണം സംഭവിച്ചു. കുറേ കഴിഞ്ഞപ്പം കല്യാണം കഴിച്ചു. അപ്പം കല്യാണം കഴിച്ചു, ഭർത്താവ് മരിച്ചു. അതിന് ശേഷമാണ് കുട്ടിയും മരിച്ചത്.
वे आर्थिक विषमताओं से भी घिरे रहे। ऐसे समय में उन्होंने विभिन्न प्रकाशकों के साथ फ्री रीडर के रूप में काम किया। उन्होंने समन्वय का भी സമ്പാദൻ കിയ. സമന്വയം എന്ന് വെച്ചാൽ പത്രികയുടെ പേരാണ്. സമന്വയ പത്രികയുടെ സമ്പാദകനായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വിവാഹ ജീവിതം 5 കൊല്ലം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയും കുറേ കഴിഞ്ഞപ്പം മരിച്ചു. ഓക്കെ, അപ്പം ഫുൾ എന്താ പറയുക, ലൈഫ് 0 ആണ്, ട്രാജഡിയാണ് ലൈഫിൽ. അപ്പോൾ അതൊക്കെയാണ് കൂടുതൽ കവിതകൾ എഴുതാനും പ്രേരിപ്പിച്ചത്. ലേഖൻ കാര്യ ശുരു എന്താ എഴുതാൻ ഒരു നല്ല രീതിയിൽ എഴുതാൻ തുടങ്ങിയത് 1920-ലാണ്. निराला ने 1920 ईस्वी के आसपास से लेखन कार्य आरंभ किया. उनकी पहली रचना जन्मभूमि पर लिखा गया एक गीत था. लंबे समय तक निराला की प्रथम रचना के रूप में प्रसिद्ध जूही की कली शीर्षक कविता. उनके रचनाकाल निराला ने स्वयं 1916 ईस्वी बताया. वस्तुतः 1921 ईस्वी के आसपास लिखी गई थी तथा 1922 ईस्वी में पहली बार प्रकाशित हुई थी. कविता के अतिरिक्त कथा साहित्य तथा गद्य की अन्य विधाओं में भी निराला के प्रभुत मात्रा में लिखा है. ഇപ്പം ലേഖൻ കാര്യ പറയുമ്പം 1920-ലാണ്. ഏകദേശം ആ കാലഘട്ടത്തിലാണ് സീരിയസ് ആയിട്ട് എഴുതാൻ തുടങ്ങിയത്. ആദ്യം എഴുതിയ രചന ജൂഹു കി കലിയാണ് 1916. അത് പക്ഷേങ്കിൽ പ്രകാശനം ചെയ്തില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ ഫ്രീ സ്റ്റൈലിൽ എഴുതിയതാണ്. അപ്പം പണ്ട് കാലഘട്ടത്തിൽ കവിതകൾ എഴുതുകയാണെങ്കിൽ അതിന് കുറച്ച് രീതികളും ഒരു സ്റ്റൈലുണ്ട്. അപ്പോൾ അതൊക്കെ വിട്ടുകൊണ്ട് ഫ്രീ സ്റ്റൈലിലാണ് നമ്മൾ നിരാല എഴുതിയത്. അപ്പോൾ ആ കാലഘട്ടത്തിലെ മറ്റു കവികൾ ഇത് പ്രസിദ്ധീകരിക്കാൻ സമ്മതിച്ചില്ല. ഓക്കെ, രീതി മുക്ത് കവി എന്നാണ് പറയുന്നത്. രീതിയൊന്നും ഇഷ്ടമല്ല, ഒരു രീതിയിലും അല്ലെ അങ്ങനെ എഴുതണം എന്നുള്ള രീതിയിൽ കവിതകളൊന്നും എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു കവിയാണ്. അപ്പം ഇയാളെ വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണ്? രീതി മുക്ത് കവി. കോൻ ഹെ രീതി മുക്ത് കവി? കോൻ ഹെ? ഈ രീതി ചന്ദ് ബദ് മുക്ത്, അതൊക്കെ ഈ ചന്തങ്ങളും അലങ്കാരങ്ങളും അതൊക്കെ വേണ്ടാന്ന് പറഞ്ഞൊരു കവിയാണ് निराला. ओके, इनके प्रमुख काव्य संग्रह है അനാമിക, പരിമൽ, ഗീതിക. അനാമിക രണ്ടാമത്തെ പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. തുളസീദാസാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രചന. ദ കുക്കുർമുക്ത, അണിമ, ബേല, നേ പത്തെ, അർച്ചന, ആരാധന, ഗീത് ഗുഞ്ച്, സാന്ധ്യകലി, അപ്സര, उपन्यास अप्सरा, अलगा, प्रभावती, निरुपमा, कुल्ली भाट, बिस्लेपुर, बखरीहा, छोटी की पकड़, काले कारनामे, चमेली, इंदुलेख. ഇതൊക്കെ അപൂർണ്ണമാണ്. कहानी संग्रह है लिल्ली, सकी, सुकूल की बीबी, चतुरी, चमार, सकी संग्रह का ही नए नाम से पुनर्प्रकाशन, देवी, पूर्व प्रकाशित संग्रह से चयन, एकमात्र नई कहानी जानकी. അപ്പോൾ ഇത്രയും കഹാനി സംഗ്രഹങ്ങളാണ് ആര് നമ്മളുടെ നിരാല. കഹാനി മാത്രമല്ല, ഉപന്യാസം എഴുതിയിട്ടുണ്ട്, കാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും 2-3 കാവ്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഈസി ഉള്ള അനാമിക, പരിമൽ. പരിമൽ എന്നാണ് നമ്മൾ ഈ കവിത പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും പരിമൾ എഴുതണം. അനാമിക, പരിമൽ, ഗീതിക എന്ന് പറയുന്ന കവിത എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഉപന്യാസം കഹാനിയും ഓർമ്മയുണ്ടെങ്കിൽ എഴുതിക്കോളൂ, കുഴപ്പമില്ല. നിബന്ധ ആലോചനയാണ് രവീന്ദ്ര കവിത കാനൻ, പ്രബന്ധ് പത്മ, പ്രബന്ധ പ്രതിമ, चाबुक चयन संग्रह, पुराण कथा, महाभारत, രാമായൺ की अंतर കഥായൻ. ഇത്രയൊക്കെയാണ് നിരാലനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഒന്നും കൂടി നോക്കാം. ഏത് കാലഘട്ടത്തിലെ കവിയാണ് നിരാല? निराला आधुनिक काल के छायावाद के एक प्रसिद्ध कवि हैं. ठीक है, ഛായാവാദി കാലഘട്ടത്തിലെ പ്രസിദ്ധമായ കവിയാണ്. അപ്പോൾ ഛായാവാദി കാലഘട്ടത്തിലെ ഒരു വിശേഷതയാണ് യഥാർത്ഥ ചിത്രൻ.
അത് എന്താ നിരാല തൻ്റെ കവിതയിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഉनका यथार्थ चित्रण भी हुआ है. उनका जन्म बंगाल में हुआ है. ജന്മം ബംഗാളിലാണ് ജനിച്ചത്. അതേപോലെ उन्होंने बहुत सारे याതनाएं സഹി ഹേ. എത്രയോ സങ്കടങ്ങൾ, ജീവിതത്തിൽ കുറേ യാതനകൾ സഹിച്ചിട്ടുണ്ട്. ഓക്കെ, ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ടു. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട, ജസ്റ്റ് എന്താ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. അങ്ങനെയൊക്കെയാണ് കവി എന്താ ഇത്രയും നല്ല മനോഹരമായ കവിതകളൊക്കെ എഴുതിയത്. तो उन्हें महाप्राण निराला के नाम से जाना जाता है. महाप्राण ही नहीं, त्यागमूर्ति निराला और आधुनिक छायावादी युग के कबीर के रूप में भी जाना जाता है. ത്യാഗമൂർത്തി എന്ന പേര് വന്നതെന്ന് വെച്ചാൽ വീട്ടിൽ പോലും സഹായിക്കാണ്ട് എന്താ മറ്റുള്ളവരെ സഹായിക്കലാണ് മെയിൻ പരിപാടി. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ചെയ്യുകയാണെങ്കിൽ അന്ന് ഒരു ദിവസം ശമ്പളം കിട്ടിയ ദിവസം പോകുന്ന വഴിയിലൂടെ ആരെങ്കിലും വിഷമം അനുഭവിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ സഹായം ചെയ്തു കൊടുക്കും. ഒന്നും സമ്പാദിച്ചില്ല, അതാണ് ഏറ്റവും വലിയ ഫോൾട്ട്. ഇത്രയൊക്കെ എഴുതിയിട്ടും വലിയ രചനാകാരനായിട്ടും ജീവിതത്തിലൊന്നും സമ്പാദിച്ചില്ല. അപ്പം മോള് മരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ തളർത്തി കളഞ്ഞത്. അപ്പം ഭാര്യ മരിച്ചപ്പം മോളായിരുന്നു ഏക ഒരു സഹായം, ഏക പ്രതീക്ഷ. അപ്പം മോള് നല്ലൊരു ആളെ, അടുത്തറിയുന്ന ഒരാളെ തന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. കല്യാണം കഴിച്ചപ്പം ഭർത്താവ് മരിക്കുകയും ചെയ്തു. അതേപോലെ മോള് ഒരു രോഗിയായി മാറി. അപ്പം മോളുടെ രോഗത്തിന് പോലും ഇയാൾക്ക് ചിലവഴിക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പം ഭയങ്കര കറക്റ്റ് ടൈമിൽ ചികിത്സ കിട്ടിയിട്ടുണ്ടെങ്കിലും മോള് ജീവിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരു പൈസ ഇല്ലാത്ത ഒറ്റ കാരണം കൊണ്ട് മോളും മരിക്കപ്പെട്ടു. ആ ഒരു സങ്കടത്തിൽ ഒരു വലിയൊരു കവിത എഴുതിയിട്ടുണ്ട്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കവിതയാണ്. ആ കവിതയുടെ പേരാണ് സരോജ് സ്മൃതി. മോളുടെ പേര് സരോജായിരുന്നു. അപ്പം സരോജിൻ്റെ ഓർമ്മക്കായിട്ട് എഴുതിയ ഒരു കവിതയാണ് സരോജ് സ്മൃതി. ഓക്കെ, അപ്പം ജീവിതത്തിൽ മറ്റുള്ളവർക്ക് അയാൾ ഭയങ്കര സഹായവും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഫാമിലി ലൈഫിൽ അയാൾ പരാജയമായിരുന്നു. എല്ലാവരെയും സ്നേഹിച്ചു. അതേപോലെ ഭാര്യ മരിച്ച് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അച്ഛനും മരിച്ചു. ആ ഒരു മഹായുദ്ധത്തിൻ്റെ പരിണാമഫലമായിട്ട് ഒരു വലിയ മഹാമാരി വന്നിരുന്നു. അപ്പം കുടുംബത്തിലെ चाचा चाची और उसकी भाई बहन सब മർ ഗയത്തെ. അപ്പം അങ്ങനെയൊക്കെ ഫുള്ളും ട്രാജഡി ലൂടെ ജീവിതം കടന്നു പോയതാണ് മഹാപ്രാൺ നിരാലയുടെ, ത്യാഗമൂർത്തി നിരാല. ഏതെങ്കിലും 2-3 ഫേമസ് ആയിട്ടുള്ള കവിതകളുടെ പേര് അനാമിക, പരിമൽ, ഗീതിക എഴുതുക. ഓക്കെ, അപ്പം निराला एक प्रसिद्ध कौन है, एक प्रसिद्ध कवि के रूप में जाना जाता है. ठीक है, किस काल के? छायावादी काल के प्रसिद्ध कवि है.